ലോകത്തിലെ ഏറ്റവും വലിയ മുതലാളിത്ത രാഷ്ട്രമായ അമേരിക്കയുടെ ഭരണസ്ഥിരാ കേന്ദ്രമായ വൈറ്റ് ഹൗസിൽ ഒരു അസാധാരണ കൂടിക്കാഴ്ചയ്ക്ക് വേദിയായി. വേറെ ആരും തമ്മിലല്ല, ന്യൂയോർക്ക് സിറ്റി മേയറായി തിരഞ്ഞെടുക്കപ്പെട്ട സൊഹ്റാൻ മംദാനിയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമാണ് കൂടിക്കാഴ്ച നടത്തിയത്. തെരഞ്ഞെടുപ്പിന് മുമ്പും ശേഷവും പരസ്പരം പോർവിളിച്ച ഇരുവരും നേരിൽ കണ്ടപ്പോൾ സംഭവിച്ചത് മറ്റൊന്നായിരുന്നു. പരസ്പരം പുകഴ്ത്തുന്ന ഇരുവരെയുമാണ് ലോകം കണ്ടത്. എന്താണ് ഈ മഞ്ഞുരുകലിന് പിന്നിൽ? ഒരു സാധാരണ കൂടിക്കാഴ്ച എന്നതിനേക്കാൾ ഉപരി ഇതിനെ ചരിത്രപരമാക്കുന്നത് മംദാനിയുടെ രാഷ്ട്രീയ നിലപാടുകളാണ്. ട്രംപും മംദാനിയും തമ്മിലുള്ള മാസങ്ങളോളം നീണ്ട പരസ്യമായ വാഗ്വാദങ്ങൾക്ക് ശേഷമാണ് ഈ കൂടിക്കാഴ്ച പ്രഖ്യാപിച്ചത്. വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറി കരോലിൻ ലീവിറ്റ് തന്നെ പരസ്യമായി പ്രഖ്യാപിച്ചത് വൈറ്റ് ഹൗസിലേക്ക് ഒരു കമ്മ്യൂണിസ്റ്റ് വരുന്നുവെന്നാണ്. ഇത് അമേരിക്കൻ ഭരണകൂടത്തിന്റെ ഉള്ളിലെ വൈരുദ്ധ്യങ്ങളെ കൂടിയാണ് തുറന്നുകാട്ടിയത്. രാജ്യത്തെ ഏറ്റവും വലിയ സാമ്പത്തിക കേന്ദ്രമായ ന്യൂയോർക്ക് സിറ്റിയുടെ തലപ്പത്തേക്ക് ഒരു കമ്മ്യൂണിസ്റ്റ് ചിന്താഗതിക്കാരൻ എത്തിയത് അമേരിക്കൻ സ്ഥാപനങ്ങളെ അക്ഷരാർത്ഥത്തിൽ അസ്വസ്ഥമാക്കുന്നുണ്ട് എന്നത് പറയാതെ വയ്യ. പ്രത്യേകിച്ച് ന്യൂയോർക്ക് പോലുള്ള ഒരു നഗരം കൂടുതൽ സോഷ്യലിസ്റ്റ് ആശയങ്ങളിലേക്ക് തിരിയുന്നത് മുതലാളിത്ത നേതാക്കളെ അലോസരപ്പെടുത്തുന്നു എന്നത് തന്നെയാണ് ലീവിറ്റിൻ്റെയും പ്രസിഡന്റ് ട്രംപിൻ്റെയും ഈ തേങ്ങലുകൾക്ക് ആധാരം. പക്ഷെ വിചാരിച്ചതുപോലെ ഒന്നും സംഭവിച്ചില്ല. ഇരുവരും നേരിൽ കണ്ടപ്പോൾ പരസ്പരം പുകഴ്ത്തി. മംദാനി മികച്ച മേയർ ആയിരിക്കുമെന്നായിരുന്നു ട്രംപിന്റെ പ്രതികരണം. യാഥാസ്ഥിതികരെ മംദാനി അത്ഭുതപ്പെടുത്തുമെന്നും ട്രംപ് അഭിപ്രായപ്പെട്ടു. ന്യൂയോർക്കിലെ താമസ പ്രതിസന്ധി പരിഹരിക്കുന്നതിന് യോജിച്ച നിലപാടുണ്ടാകുമെന്നും ഇരുവരും വ്യക്തമാക്കി. മുമ്പ് 100% കമ്മ്യൂണിസ്റ്റ് ഭ്രാന്തനെന്നും തികഞ്ഞ മനോരോഗിയെന്നും ട്രംപ് വിശേഷിപ്പിച്ച മംദാനി ട്രംപിന്റെ ഭരണകൂടത്തെ ഏകാധിപത്യപരമെന്ന് വിമർശിച്ചിരുന്നു. എന്നാൽ കൂടിക്കാഴ്ച തന്നെ അത്ഭുതപ്പെടുത്തിയെന്നും മംദാനിയെക്കുറിച്ച് മതിപ്പ് തോന്നിയെന്നും ട്രംപ് തുറന്നു പറഞ്ഞു. പരസ്യമായ ഇത്തരം ആരോപണങ്ങൾ നിലനിൽക്കുമ്പോഴും കൂടിക്കാഴ്ചയ്ക്ക് മംദാനിയുടെ സംഘം മുൻകൈ എടുത്തതിന് പിന്നിൽ ഒരുപക്ഷെ വ്യക്തമായ പല അജണ്ടകളും ഉണ്ടായിരിക്കാം. നഗരത്തിലെ സാധാരണക്കാർ നേരിടുന്ന അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി കേന്ദ്ര ഭരണകൂടവുമായി സംഭാഷണം നടത്താൻ മംദാനി തയ്യാറാകുന്നത് അദ്ദേഹത്തിന്റെ പ്രായോഗിക രാഷ്ട്രീയ സമീപനത്തെ കൂടിയാണ് സൂചിപ്പിക്കുന്നത്. മാത്രമല്ല, ഇതൊരു രാഷ്ട്രീയ നേതാക്കളുടെ കൂടിക്കാഴ്ചയല്ല, മറിച്ച് അമേരിക്കൻ രാഷ്ട്രീയത്തിലെ ഒരു വഴിത്തിരിവാണ് എന്ന് തന്നെ പറയേണ്ടി വരും. അതിനും കാരണങ്ങളുണ്ട്. ട്രംപിന് മംദാനി എന്ന വ്യക്തിയേക്കാൾ ഭയം ന്യൂയോർക്കിലെ ജനങ്ങൾക്കിടയിൽ ഉയർന്നു വരുന്ന സോഷ്യലിസ്റ്റ് ആശയങ്ങളോടാണ് എന്നതാണ് യാഥാർത്ഥ്യം. ഈ കൂടിക്കാഴ്ച അമേരിക്കൻ രാഷ്ട്രീയത്തിന്റെ ഗതി മാറ്റാൻ സാധ്യതയുള്ള ഒരു പുതിയ രാഷ്ട്രീയ യുഗത്തിന് തന്നെയാണ് തുടക്കം കുറിച്ചിരിക്കുന്നതെന്നതിൽ സംശയമില്ല. ഒരുപക്ഷെ അമേരിക്കൻ ജനതയ്ക്ക് വേണ്ടി ശരിയായത് ചെയ്യാൻ ട്രംപ് തയ്യാറാണ് എന്നതിൻ്റെ സൂചനയാകാം ഇത്. അല്ലെങ്കിൽ തൻ്റെ അധികാരം ചോദ്യം ചെയ്യുന്ന ഒരു ശക്തിയെ മുഖാമുഖം കാണാനുള്ള അനിവാര്യമായ വിധിയുമാകാം. എന്തായാലും അമേരിക്കയുടെ മുതലാളിത്ത അടിത്തറയ്ക്ക് ഇളക്കം തട്ടിക്കാൻ പോന്ന കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളെ ട്രംപ് ഭരണകൂടം ഭയക്കുന്നുണ്ട് എന്നതും ഇതിലൂടെ വ്യക്തമാവുകയാണ്.